നീ ഒന്ന് അടങ്ങിയിരിക്കും ഭൈരവ. അടങ്ങിയിരിക്കാം, ആദ്യം കെട്ടെന്ന് അഴിച്ചുവിട്. പട്ടാള ക്യാമ്പിൽ പോലും ഇങ്ങനെ ശിക്ഷ. ഇനി ഈ പട്ടാള ചിട്ട നിന്റെ അടുത്ത് നടക്കൂ. ഒന്നും രണ്ടും അല്ല, അബദ്ധം എനിക്ക് കുറെ പറ്റിയതാ. ഇനി ഇത് മുഴുവൻ വടിച്ചിറക്കി ഇതിന്റെ പണിക്കൂലിയും വെറുതെ പതപ്പിച്ച സോപ്പിന്റെ കാശും കിട്ടിയിട്ടെ ഈ കെട്ടിയാൻ ഈ നക്കാപ്പിച്ച പ്രശ്നത്തിനാണ്. നീ കയ്യിലെ കെട്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ള കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തോടാ. ഓ, അങ്ങനൊരു വകുപ്പുണ്ടല്ലേ. ആ ബുദ്ധി എനിക്ക് പോയില്ല. അയ്യേ, ഇത് മൂക്കുപ്പൊടിക്ക് പോലും തികയത്തില്ലല്ലേ. മൂക്കിപ്പൊടി തിന്നുന്നവന് തികയില്ല, വലിക്കുന്നവന് തികയും. കേശവൻകുട്ടി, നീ വരുന്നുണ്ടോ ആനയോട്ടം കാണാൻ? ആനയോട്ടോ? എവിടെ? നീ അറിഞ്ഞില്ലേ? പുത്തൻകുളങ്ങര തിമ്മംഗലത്ത് ഇന്നലെ ആനയോട്ടം. ഇത്തവണ നമ്മുടെ മനുഷ്യരി കർണന് ഓടുന്നുണ്ട്. ജയിക്കുന്ന ആനയ്ക്ക് 1,00,000 രൂപ സമ്മാനം. തിരുമംഗലം കോലോത്തെ അഭിമാന ഭാജനങ്ങളായ ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയോട്ട മത്സരം ആരംഭിക്കുകയാണ്. തിരുമംഗലത്തെ ആനകളോട് മത്സരിച്ച് ജയിക്കാൻ ഈ നാട്ടിൽ വേറെ ആനകളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. കുട്ടിശങ്കര, ആനകളുടെ പേരും അഡ്രസ്സും വായിക്കടാ. തിരുമംഗലം ചന്ദ്രശേഖരൻ, തിരുമംഗലം നീലകണ്ഠൻ, തിരുമംഗലം കൊച്ചുകേശവൻ, മനുശ്ശേരി കർണൻ, ഗ്രാങ്ങാട് ശേഖരൻ, മനുശ്ശേരി അർജുനൻ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. പിടിയാനാണോ? അതെ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. അങ്ങനെ ഒരു ആനയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇല്ല. അയ്യോ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. നീയോ? തിരുമംഗലക്കാരോട് പകരം വീട്ടാനുള്ള പുറപ്പാടാവും. കൊള്ളാം. അതിനീ പീറ കുഴിയാനേം കൊണ്ടാണോ വന്നിരിക്കുന്നത്? അതാ കണ്ടോ, തിരുമംഗലം കോലോത്തെ കൊമ്പന്മാർ. ഇവരോടൊപ്പം മത്സരിച്ച് ഈ കരയിലെ ഒരാനയും ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ജയിച്ചാൽ കോലോത്തെ തമ്പുരാക്കന്മാർ തല മൊട്ടയടിച്ച് പുള്ളി കുത്തി നടക്കും. അപ്പൊ നമ്മുടെ ബാർബർ കേശവൻകുട്ടിക്ക് ഒരു പണിയായി. നമുക്ക് അവനെ വിളിച്ചിട്ട് വരാം അല്ലേ? ഓടാ. എന്താ, പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല തമ്പുരാനെ, പിന്മാറാൻ വേണ്ടിയിട്ടല്ല പൊന്നുമടത്തിൽ വിഷ്ണുനാരായണൻ വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രമായ ഒരു പന്തയം ഒരുക്കമാണോ? ഒരുക്കമാണ്. നിങ്ങളുടെ കൊമ്പന്മാരോടൊപ്പം ഓടി എന്റെ ലക്ഷ്മിക്കുട്ടി തോറ്റാൽ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ എല്ലാമെല്ലാമായ ആനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ കൊടുക്കും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മത്സരത്തിന് ഞങ്ങൾ തയ്യാർ. സമ്മതിച്ചോ? സമ്മതിച്ചു. ജയിച്ചാലോ? ജയിച്ചാൽ ഈ നിൽക്കുന്ന കൊമ്പനാനകളിൽ ഏതെങ്കിലും ഒന്നിനെ, അല്ല, നീ എന്ത് ചോദിച്ചോ അത് ഞാൻ തരും. വാക്കാണോ? തിരുമംഗലത്തെ തമ്പുരാക്കന്മാർക്ക് വാക്കൊന്നേ ഉള്ളൂ. ജയിച്ചാൽ തിരുമംഗലം കോലോത്തെ കൊച്ചുതമ്പുരാട്ടി പൊന്നുമ്മടത്തെ വിഷ്ണുനാരായണന് സ്വന്തം. സമ്മതിച്ചോ? എന്താ തമ്പുരാനെ, വിളിച്ചുകൂവിയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, സമ്മതിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു. ഈ നിൽക്കുന്ന കൊമ്പനാനകളോടൊപ്പം മത്സരിച്ച് നിന്റെ പീക്കിരിപ്പിടിയാനെ ജയിച്ചാൽ കോലോത്തെ കൊച്ചു തമ്പുരാട്ടി നിനക്ക് സ്വന്തം. എടുക്കടാ സാധനം.
തുറന്ന് വാ തുറന്ന്. ഓ വാ 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 ഇങ്ങട് വാ കേറി വാടി അവിടെ നില്ല്. വേണ്ട, ഒന്നും കേക്കണ്ട എനിക്ക്. ഇനി എന്താ പറയാനുള്ളത്? എല്ലാം കഴിഞ്ഞില്ലേ? ആരോട് ചോദിച്ചിട്ട് എന്നെ ഒരു പന്തേക്കരുവാക്കിയത്? എന്റെ ജീവിതം കൊണ്ടാണ് ഇളയച്ചൻ അയാളോടുള്ള വാശി തീർക്കുന്നത്. അക്കണ്ട നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച്. എന്റെ പൊന്നു മോളെ, ഇളയിച്ചൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മുടെ ആനകളോടൊപ്പം ഓടി ആ പിടിയാന ജയിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നാളെ എത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേശവ. അമ്മ എന്തായി പറയണേ? വേണോന്ന് വെച്ചിട്ടായിരുന്നോ ഇതൊക്കെ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അവൻ വന്ന് പെണ്ണ് ചോദിച്ചാ എന്താ ഇനി പറയാൻ പോണേ? അതാ ഇപ്പൊ എന്റെ പരിഭ്രമം. ഓഹോ, അപ്പൊ വാക്ക് പാലിക്കാൻ ഞാൻ അയാളോടൊപ്പം ഇറങ്ങി പോണെന്നായിരിക്കും ഇനി പറയാ. അതിന് ഈ കല്യാണി ജീവനോടുണ്ടായിരിക്കില്ല. ശിവ ശിവ, ഞാൻ എന്തൊക്കെ കേൾക്കണേ. എടാ, നമ്മുടെ ആചാരം അനുസരിച്ച് ഈ കോലോത്ത കൊച്ചു തമ്പുരാട്ടിയുടെ പള്ളി കെട്ട് ഈ തിരുമുറ്റത്ത് വെച്ചാണ് നടത്തേണ്ടത്. ഓ, നല്ല കുടുംബ പാരമ്പര്യമുള്ള ഏതെങ്കിലും കോലോത്ത ചെക്കൻ അവിടെ വേളി കഴിച്ചാൽ പിന്നെ അവനാണല്ലോ ഇവിടുത്തെ തമ്പുരാൻ. ശരിയാണോ? ശരിയാണ്. അപ്പൊ പിന്നെ എന്റെ ഗതി അതോ ഗതി. ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി. ഇത് വെറും ഒരു ആനക്കാരൻ. വാക്ക് കൊടുത്തു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ അവൻ വന്ന് അവളെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകും. അങ്ങ് വെക്കോട്ടെ, അവന്റെ മനസ്സിൽ കാണുമല്ലോ വാശി. പിന്നെ അവൻ ക്ഷത്രിയനല്ലാത്തോണ്ട് ഈ കോലോത്ത് എന്ത് സ്ഥാനം? അത് കൊള്ളാം. അപ്പൊ കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം. എങ്ങനെ എങ്ങനെ? കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം. നിക്കവിടെ. തിരുമംഗലം കോലോത്തെ തൃപ്പടിയാണിത്. ഈ പടി കടക്കൂന്ന്. എടാ കടക്കോന്ന്. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെ കടക്ക്, കാണട്ടെ. സമ്മതിച്ചിരിക്കുന്നു. ചങ്കുറപ്പുള്ളവനാണ് നീ. കൊടുകൈ. തിരുമംഗലം കോലത്തെ കൊച്ചുതമ്പുരായിട്ട് കെട്ടുന്നവൻ വീരശൂര പരാക്രമി ആവണം. ക്ഷത്രിയൻ അല്ലെങ്കിലും ക്ഷത്രിയന്റെ വീറും വാശി ഉണ്ടാവണം. നിനക്കതുണ്ട്. തൃപ്തിയായി, എനിക്ക് ഇഷ്ടായി. മതി. ക്ഷത്രിയന്റെ ഗുണഗണങ്ങളൊക്കെ ഇനിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുമാതിരി തത്തിക്കളിച്ചാലുണ്ടല്ലോ, പൊന്നുമടത്ത വിഷ്ണുനാരായണന്റെ തനി കൊണം കാണും. പള്ളിക്കെട്ടൊന്നും കാത്തു നിൽക്കില്ല, പിടിച്ചിറക്കി കൊണ്ടുപോയി ഞാൻ കാണണോ? കൊണ്ടുപോകണം. അവിടെയാണ് നിന്റെ കഴിവ്. ഈ കോലത്തെ തമ്പുരാക്കന്മാര് വാക്ക് പറഞ്ഞാൽ അത് മാറണമെങ്കിൽ പാതിരാത്രി സൂര്യൻ ഉദിക്കണം. എന്നാൽ അവളോടും കൂടി അത് പറഞ്ഞു കൊടുക്ക്. ഇടഞ്ഞു നിൽക്കുകയല്ലേ? അവളിടയും. വാക്ക് പറഞ്ഞത് അവളല്ലോ, ഞാനല്ലേ. പക്ഷേ അവളെ മയക്കി വരുതിയിലാക്കേണ്ടത് നിന്റെ കഴിവാണ്.
അതിനിവിടെ ആരും എതിര് നിൽക്കില്ല, നിൽക്കാൻ ഒക്കില്ല. തമ്പുരാക്കന്മാരുടെ വാക്ക് വീൺ വാക്കാണെന്ന് നാട്ടുകാർ പറയും. എന്നാലേ അവളെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മെരുക്ക് മെരുക്ക്. കൊച്ചുകള്ളി. അയ്യോ കല്യാണി. ഇഡിയറ്റ്. തന്നോട് ആരകത്ത് കിടക്കാൻ പറഞ്ഞേ? ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മുതൽ കല്യാണി നിന്റേതാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചില്ലേ തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്? കല്യാണി എന്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരം എന്റേതാ, കൊട്ടാരം എന്റേതാണെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എന്റേതാ. അങ്ങനെ എല്ലാം സ്വന്തമാക്കി നമുക്കിവിടെ രാജാവ് റാണിയും കളിക്കാൻ തമ്പുരാട്ടി. എന്ത് ചേ? ഹലോ, തിരുമംഗലം കോവിലകത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് എഴുതി ചേർക്കാം എന്റെ കല്യാണി. പൊന്നും മടത്തൊരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നെന്നും ആനക്കാരനായി വന്ന അഹങ്കാരിയായ കൊച്ചുതമ്പുരാട്ടിയെ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്വന്തമാക്കിയെന്നും അതിലൊരു 10-12 മക്കളുണ്ടായി എന്നും 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി. നമസ്കാരം. ഓഹോ, ഇതാണല്ലേ പൊന്നുമടങ്കാരന്റെ മനസ്സിലിരിപ്പ്. പിന്നല്ലാതെ കാശിന് വകയില്ലാത്ത പെണ്ണായിരുന്നെങ്കിൽ സമ്മാനമായിട്ട് നിന്നെ ചോദിക്കായിരുന്നോ? കോലോത്ത സ്വത്തുവിവരങ്ങളെ കുറിച്ചൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ടുണ്ടേ. ഇനി എന്തെല്ലാം ഉണ്ട് അറക്കകത്ത്. കണ്ടെ ആ ഓട്ടുപാത്രങ്ങളും വെള്ളിക്കിണ്ണങ്ങളൊക്കെ കാണാൻ കൊതിയാവുന്നു. ഒന്ന് പറയണ്ട കല്യാണി. ഹലോ പൂച്ചേ, എന്റെ പൊന്ന് കല്യാണി ഒന്ന് നിക്ക്, ഞാനൊന്ന് പറഞ്ഞ. ആ പൊന്നു തമ്പുരാന്റെ സിംഹാസനം. കോവിലകത്തെ സ്വത്തുവിവരങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ നാട്ടുകാർ ഇതിനെക്കുറിച്ചും പറഞ്ഞു. ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് കന്നിപ്പെണ്ണിന്റെ സംബന്ധക്കാരനാണ് അടുത്ത അവകാശിയെന്നും അയാൾക്ക് മാത്രമേ ഇതിലിരിക്കാൻ അവകാശമുള്ളൂ എന്നൊക്കെ പറഞ്ഞറിഞ്ഞ എന്റെ മോളെ, അപ്പൊ പിന്നെ അടുത്ത അവകാശി ഞാനല്ലേ? പോയോ? എങ്കിലൊന്ന് ആസനസ്ഥനായിട്ട് തന്നെ കാര്യം. അരുത്, അതിലിരിക്കരുത്. പാരമ്പര്യത്തെ കുറിച്ച് കേട്ടതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇതിന്റെ അവകാശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. ഒന്ന് നാവനക്ക് മെണ്ടാൻ പോലും വയ്യാണ്ട് കിടക്കാ പാവോ. അങ്ങനെ ഒരാളുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്റെ കല്യാണിയുടെ അച്ഛൻ അവരുടെ അമ്മ മരിച്ച അടക്കം കഴിയും മുമ്പ് ഈ കോലോത്തിന്റെ പടി ഇറങ്ങിയതാ. കല്യാണിയെ കാണാൻ മാത്രം വല്ലപ്പോഴും ഒന്ന് വന്നു പോവുമായിരുന്നു. അതുപോലെ ഒന്ന് വന്നതാണ് ഇപ്പൊ. ഇനിയുള്ള കാലം അവളോടൊപ്പം കഴിയാന്നും കോലം വിട്ടു പോകില്ലെന്നും വാക്ക് കൊടുത്തിട്ട ഉറങ്ങാൻ കിടന്നത്. അറം പറ്റുന്ന വാക്കാണെന്ന് ആരും കരുതിയില്ലേ കുട്ടി. തളർന്നു പോയി. പിന്നെ ഇതേവരെ അനങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നിറയുന്നത് കാണാം. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ഇനി ചെയ്യാത്ത ചികിത്സയില്ല. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വരാ.